Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ എന്ന മാസം നമ്മളിൽ നിന്ന് കഴിഞ്ഞ് ചെറിയ പെരുന്നാളും ആഘോഷിച്ച് നിൽക്കുന്ന ഒരു വേളയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ ചെയ്തു കാണിക്കാനും മുതൽക്കൂട്ടായി ഒരുപാട് നന്മകൾ നമ്മുടെ കൂടെ കൂട്ടുവാനും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് 1, 2, 3 തവണയൊക്കെ പാരായണം ചെയ്ത് അതിന്റെ ആയത്തുകളും അർത്ഥങ്ങളും വിശദീകരണങ്ങളും പഠിച്ച് പരിശുദ്ധ ഖുർആനുമായി നല്ല ശക്തമായ ഒരു ബന്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നേടിയെടുത്തിട്ടുണ്ട്. ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ പരമാവധി നാം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പള്ളികളിൽ ഇഅ്തികാഫ് ഇരുന്നുകൊണ്ടും അതുപോലെ സക്കാത്ത് നിർബന്ധദാനം നൽകിക്കൊണ്ടും ഫിത്ർ സക്കാത്ത് നൽകിക്കൊണ്ടും മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുമൊക്കെ ധാരാളം നന്മകളിൽ മുന്നേറാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. ഈ നന്മകളിൽ മുന്നേറാൻ സാധിക്കുമെന്ന് നാം തെളിയിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഈ സന്ദർഭത്തിൽ നാം ചെയ്തിട്ടുള്ളത്. ഒരുപാട് ചിന്തകൾ
ഈ സന്ദർഭത്തിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുവാനുണ്ട്. നാം നിസ്കരിക്കുന്ന പള്ളി അതേതാകട്ടെ, അത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. നാം ഓതി തീർത്ത പരിശുദ്ധ ഖുർആൻ 1500 വർഷങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബ് ഇറക്കിയ ഖുർആൻ നാം ജനിച്ചത് മുതലേ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന ധാരാളം ഇബാദത്തുകൾ, അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. നാം നടത്തിയ പ്രാർത്ഥനകൾ, അതിന്റെ ഫളലും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ഗുണവും അതിന് പടച്ച റബ്ബിൽ നിന്ന് ലഭിക്കുന്ന കൂലിയും പ്രതിഫലവും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് മാറ്റമുണ്ടായത്? പണ്ട് നേരത്തെയുള്ള സമയങ്ങളിലൊന്നും ഇല്ലാത്തൊരു മാറ്റം ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? അതാണ് നമ്മുടെ മനസ്സിന്റെ മാറ്റമാണ് അതിന് സംഭവിച്ചത്. നമ്മുടെ മനസ്സാണ് മാറിയത് എന്നതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ശഅബാനും റമദാനും ദുൽഖഅദയും ദുൽഹിജ്ജയും മാറി മാറി വന്നാലും നമ്മുടെ മനസ്സിന് മാറ്റം സംഭവിച്ചപ്പോൾ നമ്മുടെ ശരീരം മാറി, നമ്മുടെ ആരാധനകൾ മാറി, നമ്മളേറെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതാണ്. അലാ, നിങ്ങൾ അറിയുക, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദ കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. അതെ, നിങ്ങൾ മനസ്സിലാക്കുക, ആ മാംസകഷ്ണം അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അതെങ്ങാനും കേടുവന്നാൽ ശരീരം മൊത്തം ചീത്തയായി. അലാ വഹിയൽ ഖൽബു, അറിയുക, അത് ഹൃദയമാണ് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന് ചിന്തകൾക്ക് മാറ്റം സംഭവിച്ചപ്പോൾ നാം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട ചില തീരുമാനങ്ങളാണ് ഇനിയുള്ള നാളുകളിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ഇനി നാം എടുക്കേണ്ട തീരുമാനം എന്താണ്? നമ്മുടെ മനസ്സിനെ ഒരിക്കലും നാം വെറുതെ വിടുകയില്ല എന്നതാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, ഫഹിയൻ നഫ്സു ഇൻ ലം തശ്ഗിൽ ബിൽ ഹഖ് ശഗലതക ബിൽ ബാത്തിൽ. അറിയുക, മനസ്സ് എന്ന് പറയുന്നത് നീ അതിനെ നന്മയിൽ നടത്തിയിട്ടില്ല എങ്കിൽ ആ മനസ്സ് നിന്നെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നതാണ്. നമ്മുടെ മനസ്സിനെ നാം കൃത്യമായി നല്ല റൂട്ടിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ മനസ്സ് നമ്മളെ ചീത്തയിലേക്കും തിന്മയിലേക്കും കൊണ്ടുപോകും. നോക്കൂ നിങ്ങൾ, മനസ്സിനെ ചില ചിന്തകൾ നാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ എവിടെയായിരുന്നാലും എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ നാഥൻ അവനെങ്ങനെ കാണുന്നു, അവൻ എന്നെ നിരീക്ഷിക്കുന്നു. ഞാൻ അറിയാതെ എല്ലാ കാര്യങ്ങളും എന്റെ റബ്ബ് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന ഒരു ബോധ്യമാണ് നമ്മുടെ മനസ്സിനെ നാം പാകപ്പെടുത്തിയെടുക്കേണ്ടത്. ആ ഒരു ചിന്ത നാം കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിന്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, പടച്ച റബ്ബ് എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. ഞാൻ നാട്ടിലായിരുന്നാലും വീട്ടിലായിരുന്നാലും എയ്റോപ്ലെയിനിലായിരുന്നാലും വേറെ എവിടെയായിരുന്നാലും എന്റെ എല്ലാ ചെയ്തികളെയും എന്റെ റബ്ബ് കാണുന്നു എന്ന ചിന്തയുണ്ട് എങ്കിൽ തിന്മയിലേക്ക് വഴി നടക്കാതെ നന്മയിൽ മാത്രം നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കാൻ ഈ ബോധത്തിന് മാത്രമേ, ഈ ബോധ്യം നമ്മുടെ മനസ്സിനുണ്ട് എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾക്കറിയാമല്ലോ. എല്ലാ അനുകൂല സാഹചര്യങ്ങളും തിന്മ ചെയ്യാൻ എല്ലാ അനുകൂല സാഹചര്യങ്ങളും വന്നപ്പോൾ അള്ളാഹുവിൽ ശരണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് നമുക്കറിയാം. അതെ, മനസ്സിനെ കൃത്യമായി നന്മയിൽ കൊണ്ടു നടക്കാനും എന്റെ റബ്ബെല്ലാം കാണുന്നു എന്നൊരു ബോധവുമുണ്ട് എങ്കിൽ തിന്മയിലേക്ക് വഴി നടക്കാതെ നന്മയിൽ മാത്രം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും. അതിന് എന്റെ നാഥൻ എന്നെ സദാസമയവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധമാണ് നമുക്ക് വേണ്ടത്. ഞാൻ എവിടെയായിരുന്നാലും എന്റെ റബ്ബെന്നെ കാണുന്നു, എന്റെ റബ്ബെന്നെ നിരീക്ഷിക്കുന്നു. പടച്ച റബ്ബെന്റെ ചെയ്തികൾക്ക് സകലമായ കാര്യങ്ങൾക്കും നാളെ പരലോകത്ത് അതിനനുസരിച്ച പ്രതിഫലം നൽകുമെന്നൊരു ബോധമുണ്ട് എങ്കിൽ നന്മയിൽ മാത്രം നമ്മുടെ മനസ്സിനെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തൊരു കാര്യം, മരണത്തെക്കുറിച്ച് എപ്പോഴും നാം ഓർക്കേണ്ടതുണ്ട്. മരണം ഇന്നല്ലെങ്കിൽ നാളെ, ഈ സെക്കൻഡിൽ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ, ഈ ആഴ്ചയല്ലെങ്കിൽ അടുത്തയാഴ്ച,
എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന, ഞാൻ ക്ഷണിക്കാതെ കടന്നെത്തുന്ന ആ മരണത്തെക്കുറിച്ച് എപ്പോഴും നാം അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം. എല്ലാവിധ ആധിപത്യങ്ങളും എല്ലാവിധ അധികാരങ്ങളും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. അള്ളാഹു പഠിപ്പിക്കുന്നു, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. അള്ളാഹുവേ, എല്ലാ അധികാരങ്ങളും എനിക്കുണ്ട്. പടച്ചറബേ, നീ എനിക്ക് മന്ത്രിസ്ഥാനം തന്നിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്. അള്ളാഹുവേ, തവഫനി മുസ്ലിമാ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ. വൽഹഖ്നി ബിസ്വാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ എന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രവാചകൻ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുവെങ്കിൽ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബാലയം പടുത്തുയർത്തുന്നുണ്ട്. അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്. പടച്ച റബ്ബേ, നീ ഞങ്ങളെ രണ്ടുപേരെയും മുസ്ലിമായി ജീവിപ്പിക്കണമേ, മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന് അദ്ദേഹത്തിന്റെ സന്തതികളിൽ നിന്നും അങ്ങനെ ഒരു ഉമ്മത്തൻ മുസ്ലിമ, അള്ളാഹുവെ നിനക്ക് കീഴൊതുങ്ങുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കണമേ എന്നുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏത് സന്ദർഭത്തിൽ മരണം വന്നാലും അള്ളാഹുവെ, ഞാൻ നിന്നെ കണ്ടുമുട്ടുമ്പോൾ നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, നിന്നെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ മരണം കൈവരിക്കണമെന്നൊരാഗ്രഹത്തോടുകൂടി റബ്ബിലേക്ക് എല്ലാ സമയത്തും ആ ഒരാഗ്രഹമുള്ളവരായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ, ആ ഒരു ചിന്ത നമുക്കുണ്ട് എങ്കിൽ മനസ്സിനെ നന്മയിൽ തന്നെ നടത്താൻ നമുക്ക് സാധിക്കും. എല്ലാ സമയവും മരണമുണ്ട് എന്നൊരു ചിന്ത ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോഴല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ, ഈ ആഴ്ചയല്ലെങ്കിൽ അടുത്തയാഴ്ച, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടും. രണ്ട് കൈകളും മലർത്തി കണ്ണുകൾ ചിമ്മി ഞാൻ ഒന്നും ചെയ്യാതെ എന്നെ കൊണ്ട് എല്ലാവരും കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന മരണത്തെ മുഖാമുഖം ഞാൻ കാണുമെന്ന ചിന്തയാണ് നന്മയിൽ തന്നെ ജീവിതം കൊണ്ട് നടത്താൻ നമുക്ക് പ്രേരകമാകുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, ഫർളായ കാര്യങ്ങൾ ഒരുപാടുണ്ട്, സുന്നത്തായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫർളിനെ കഴിഞ്ഞാൽ സുന്നത്ത്, അത് കഴിഞ്ഞാൽ ഫർള്, ഇങ്ങനെ നന്മയിൽ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഫഇദാ ഫറഗ്ത ഫൻസ്വബ് വഇലാ റബ്ബിക ഫർഗബ്. അതെ, നിന്റെ ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ അടുത്തതിലേക്ക് നീ പ്രവേശിക്കുക, അള്ളാഹുവിൽ നീ പ്രതീക്ഷ അർപ്പിക്കുക. ഒരു കാര്യവും വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല, നമ്മൾ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല. ഇനി അടുത്തൊരു റമദാൻ വരട്ടെ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയട്ടെ, അടുത്ത വെള്ളിയാഴ്ചയാവട്ടെ, ഇങ്ങനെ കാത്തു നിൽക്കാനോ പ്രതീക്ഷിച്ചിരിക്കുവാനോ നമുക്ക് സമയമില്ല. ധാരാളം നന്മകൾ തുടരെ 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 ചെയ്യാനുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറണമെങ്കിൽ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ നാം പഠിപ്പിക്കണം. എനിക്കല്പം കൂടുതൽ ചെയ്യണം. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എത്തിപ്പെട്ടാൽ അവിടെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നവനായി എനിക്ക് മാറണം. സിറാത്ത് എന്ന പാലത്തിലൂടെ വേഗത്തിൽ പോകണം സ്വർഗപുങ്കാവനത്തിലേക്ക്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, അവിടുത്തെ സ്വഹാബത്തിന്റെ കൂടെ, അവിടുത്തെ പ്രവാചകന്മാരുടെ കൂടെ അവരോടൊപ്പം സഹവസിക്കാൻ എനിക്ക് സാധിക്കണമെന്ന കൃത്യമായ ബോധ്യവും ചിന്തയും നമ്മുടെ മനസ്സിനെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. നാലാമത്തെ ഒരു കാര്യം ദിക്റുള്ള ാണ്. അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കുക. അലാ ബിദിക്രില്ല തത്മഇന്നുൽ ഖുലൂബ്. അതെ, മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ്. ഈ ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്ന്, ദുനിയാവിന്റെ ചിന്തകളിൽ നിന്ന് മാറി ധാരാളം പ്രയാസങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന്, പടച്ചറബേ നീ എന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു, അള്ളാഹുവേ ഞാൻ ചോദിക്കാതെ പറയാതെ ആവശ്യപ്പെടാതെ ധാരാളം കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ എനിക്ക് ധാരാളം നൽകിക്കൊണ്ടേയിരിക്കുന്ന പടച്ചറബേ, ഇതാ ഞാൻ നിന്നെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു, ഞാൻ നിന്നെ ഓർക്കുന്നു. ഇതാ അള്ളാഹുവേ, രാവിലെയും വൈകുന്നേരവും എനിക്ക് ധാരാളം ദിക്റുകൾ പാരായണം ചെയ്യുവാനുണ്ട്.
ഒരുപാട് ദിക്റുകൾ, ദുആകൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് ദിക്റുകളും ദുആകളും ഈ ദിവസത്തോടുകൂടെ അവസാനിപ്പിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് എല്ലാ ദിവസവും രാവിലെയുള്ള ദിക്റുകൾ, ഒന്ന് സുബ്ഹ് നമസ്കാരം കഴിഞ്ഞൊരൽപ്പനേരം പിന്നെ നിസ്കാര സമയത്ത് അവിടെ തന്നെ ഇരുന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഒരല്പസമയം നമ്മൾ ഇരിക്കണം. വൈകുന്നേരം അസ്ർ നിസ്കാരം കഴിഞ്ഞ് മഗ്‌രിബിന്റെ മുമ്പെയായി ചൊല്ലാനുള്ള കുറച്ച് ദിക്റുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം അല്ലാതെ ഒരു മനുഷ്യന്റെ സദാസമയങ്ങളിലും വേണ്ട ഒരുപാട് ദിക്റുകൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാൻ ഇനിയും നമുക്ക് സമയം വൈകിക്കൂടാ. കാരണം എന്താ? ഈ റമളാനിൽ കെട്ടിയിടപ്പെട്ട പിശാച് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇനി ഒരുപാട് തിന്മകളിലേക്ക് നമ്മുടെ മനസ്സിനെ വലിച്ചെടുക്കുകയാണ്. അതെ, അവന്റെ കെടുതികളിലോ അവന്റെ വേലക്കെട്ടുകളിലോ പെടാതെ ഒരിക്കലും തിന്മകൾക്ക് വശംവദരാകാതെ നന്മയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന മനസ്സും കൽബും ഹൃദയവും നമുക്കുണ്ട് എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പഠനം, പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനത്തെ സൂറത്ത് വരെ നമ്മളൊന്ന് പാരായണം ചെയ്ത് അതിന്റെ അർത്ഥവും ആശയവും അല്പാൽപമായി പഠിച്ച് എന്റെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാനുള്ള നന്മകൾ ഏതെന്ന് മനസ്സിലാക്കി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് കൃത്യമായൊരു ടൈം ടേബിൾ, ഒരു സമയം നാം കാണേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരുപാട് ഹദീസുകളുണ്ട്. പഠിക്കാൻ നാം എവിടെയാണ് സമയം കണ്ടെത്തുന്നത് എന്ന് നമ്മൾ സ്വന്തത്തോടാണ് ചോദിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ കൈകളിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ പോലും ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് മുന്നോട്ട് പോകുവാനും ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങുന്നുണ്ടോ എന്നതാണ് കൃത്യമായി നാം ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ, ഈ നന്മകളൊക്കെ അല്പം ചെയ്ത് അല്ലെങ്കിൽ പരിശുദ്ധ റമളാനിൽ അത് ശ്രദ്ധിച്ചു, ഇനി എന്ത് ചെയ്യണം? അതെ, അതിനനുസരിച്ച് നിലനിൽക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ റമളാൻ നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ. നമ്മുടെ റമളാൻ നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങൾ, നമ്മൾ പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും എന്റെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പറയുന്നവർ, വിശ്വാസം ഒരു കലർപ്പുമില്ലാതെ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന കൃത്യമായ ജഞ്ചലമായ വിശ്വാസത്തോടുകൂടി പടച്ചറബിനെ കണ്ടുമുട്ടാൻ സാധിക്കണം. അതെ, വിശ്വാസത്തിൽ പുഴുക്കുത്തില്ലാതെ ഒരിക്കലും അല്ലാഹു അല്ലാത്ത ഒരാളിലേക്കും തന്റെ വേവലാതികൾ, പ്രാർത്ഥനകൾ ഉയരാത്ത യഥാർത്ഥ അടിമയായി എന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, അണ്ടകടാഹങ്ങളെ സകലം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നാഥനെ, ആ പടച്ച റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. എന്റെ സങ്കടം അറിയുന്നവൻ, എന്റെ നീറുന്ന പ്രശ്നങ്ങൾ അറിയുന്നവൻ അത് പടച്ച റബ്ബാണ്. അവന്റെ മുന്നിലേക്ക് മാത്രമേ എന്റെ പ്രാർത്ഥനകൾ ഉയർത്തുകയുള്ളൂ എന്ന കൃത്യമായ ബോധ്യമുള്ള വിശ്വാസിയായി മാറുന്നവൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അതെ, തീർച്ചയായും എന്റെ രക്ഷിതാവ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയുകയും അതിനനുസരിച്ച് നിലനിൽക്കുകയും ചെയ്യുന്നവർ, തുമ്മസ്തഖാമൂ, പിന്നീട് അതിനനുസരിച്ച് നിലനിൽക്കുന്ന ആളുകൾ, വിശ്വാസത്തിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവരായി നമ്മൾ മാറുന്നു എങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മരണസമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാർ വന്ന് ആശീർവദിക്കുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ദുനിയാവിൽ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യസനം വേണ്ടതില്ല, പരലോകത്തേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ദുഃഖം വേണ്ടതില്ല, മറിച്ച് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്തത ഞങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ആശീർവദിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കാണതുള്ളത്? എന്നെങ്കിലും വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ പിന്നെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധിയാക്കിയവർക്ക് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കി, നമ്മൾ നന്നായി, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഏറ്റെടുത്തു,
അത് നിലനിർത്തുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് ഈ സന്തോഷ വാർത്ത എന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിൽ കലർപ്പില്ലാതെ മായം ചേർക്കാതെ പടച്ചറബിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി അനുധാവനം ചെയ്ത് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أيها الناس اتقوا الله ثانيا بتقوى الله. പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. പരിശുദ്ധ റമദാനിലും നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുത്ത ഒരുപാട് നന്മകൾ ജീവിതത്തിന്റെ ഇനിയുള്ള സമയങ്ങളിൽ തുടരണം എന്നതാണ് നാം മനസ്സിലാക്കിയത്. പൂർവികന്മാരായ ആളുകൾ പറഞ്ഞതുപോലെ അലാമാത്തു ഖബൂലിൽ ഹസനതി അൽ ഹസനതു ബഅദഹ, നന്മ, നാം നേടിയെടുത്ത നന്മകൾ, നമ്മൾ തുടർന്ന നന്മകൾ, അത് പടച്ച റബ്ബ് സ്വീകരിച്ചു എന്നതിന്റെ അടയാളം അതിനെ തുടർന്ന് ഇനിയും നന്മകൾ തുടരുന്നവർക്കാണ് എന്നതാണ്. അതായത് ഇനിയും ജീവിതത്തിൽ നന്മകൾ എടുത്തു വെക്കുന്ന ആളുകൾക്കാണ് എന്നതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ കർമ്മങ്ങൾക്കൊരു തുടർച്ച വേണം. നമ്മൾ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ ചെയ്തു, അല്ലേ? അതിനൊരു തുടർച്ച വേണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല. നേടിയെടുത്ത കർമ്മങ്ങളിൽ നമ്മൾ നിലനിർത്തുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിന് അത് എന്നും ചെയ്യുന്നതാണ്, നിലനിർത്തുന്നതാണ്, അതിനൊരു തുടർച്ചയുണ്ടാകുന്നതാണ്. അത് ചെറുതാണെങ്കിലും ശരി എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരുപാട് നന്മകളിൽ മുന്നോട്ട് പോയി. ചെയ്ത നന്മകൾ ഇനിയും തുടരാനും ആ നന്മയിൽ മരണം വരെ ഉറച്ചു നിൽക്കാനും നാം ശ്രദ്ധിക്കണം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരെ നിന്റെ റബ്ബിനെ നീ ആരാധിച്ചുകൊണ്ട് നീ ജീവിക്കണമെന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തെറ്റുകൾ കടന്നു വരുമ്പോൾ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ടത് അതിൽ നിന്ന് മാറിപ്പോകാൻ, അതെ, അതിൽ നിന്ന് തെന്നി മാറാൻ, പിശാചിന്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ദീനുമായി ധാരാളം അടുത്തുകൊണ്ട്, അതിനുള്ള അവസരങ്ങൾ നാം ഉപയോഗിച്ചുകൊണ്ട് നാം ഒരു നല്ല ശ്രദ്ധ കാണിക്കണം എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. ഏത് സമയത്തും നമ്മളെ പിശാച് പിടിക്കും. അതിൽ നിന്ന് കുതറിയോടി അള്ളാഹുവിനെ ഓർത്ത് പടച്ച റബ്ബിന്റെ കലാം, പരിശുദ്ധ ഖുർആൻ പഠിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ നന്മകൾ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് നന്മകളിൽ നാം പങ്കാളികളായി. അതൊക്കെ ഇനിയും തുടർന്ന് നമ്മുടെ സഹജീവികളോടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റു നല്ല കാര്യങ്ങൾ, ഇതിലൊക്കെ നാം ഇടപെട്ടിട്ടുണ്ട്. അതിനൊരു തുടർച്ച നാം ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അള്ളാഹുവിനെ നല്ല നിലക്ക് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. എല്ലാവരുടെയും രോഗം നാഥ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മുസ്ലിം ലോകത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം മുസ്ലിമീങ്ങളുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.